മാനസികാരോഗ്യ സാക്ഷരത നിലനിർത്തുക എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മെൻ്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറയും. എപ്പോഴാണ് ഒരു മനോരോഗ വിദഗ്ധൻ്റെ സേവനം തേടേണ്ടത് എന്നുള്ളൊരു കുറഞ്ഞ അറിവെങ്കിൽ, ഇപ്പോൾ പനി വരുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണണമെന്നറിയാം, തലവേദന വരുമ്പോൾ ഡോക്ടറെ കാണണമെന്നറിയാം, പക്ഷേ ആത്മഹത്യാ ചിന്ത വരുമ്പോഴോ മറ്റുള്ളവരെ ആക്രമിക്കാൻ ഒരു ത്വര വരുമ്പോഴോ ഡോക്ടറെ കാണണമെന്നുള്ളൊരു അവബോധം നമ്മുടെ സമൂഹത്തിനില്ല. അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. വീട്ടിൽ പ്രശ്നക്കാരാവുമ്പോൾ, പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോൾ, ഒരു കുട്ടി പിരിവിരിപ്പ് കാണിക്കുമ്പോൾ, തർക്കുത്തരം പറയുമ്പോൾ, സാധനം വീട്ടിൽ ഒബ്ജക്ട്സ് തല്ലി പൊളിക്കുമ്പോൾ ഇതും ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആണ്, അതിന് ചികിത്സ ആവശ്യമാണ് എന്നുള്ള ഒരു അവബോധം നമ്മുടെ സമൂഹത്തിനില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പിന്നീട് ഒരു പെരുമാറ്റ വൈകല്യം അത് മൂത്താണ് ഒരു വ്യക്തിത്വ വൈകല്യമായി മാറുന്നതും ഒക്കെ. തീർച്ചയായിട്ടും, കാരണം മെൻ്റൽ ഹെൽത്ത് ലിറ്ററസി എന്നുള്ളത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അത് 1ാം ക്ലാസ് മുതൽ തന്നെ വേണം. കാരണം എങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് നമ്മൾ ബാക്കിയെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ, സയൻസും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ മാനസികാരോഗ്യം എന്താണ്, സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെയും തന്നെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും അവർക്ക് എങ്ങനെ തോൽവിയെ നേരിടണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, നോയെ എങ്ങനെ എടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം വീട്ടിൽ നോ കേട്ട് ശീലമില്ല. പേരൻസ് എല്ലാം കൊടുത്തുള്ളൊരു ശീലമാണ് കുട്ടികൾക്ക്. എന്ത് ചോദിച്ചാൽ അപ്പോൾ കൊടുത്തുള്ള ശീലമാണ്. നോ വീട്ടിൽ പറഞ്ഞ് കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ സമൂഹത്തിലിറങ്ങുമ്പോൾ ആദ്യമായിട്ടൊരു നോ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ വരുന്നില്ല, തനിക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുന്നില്ല, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ പുറത്തേക്ക് വരാനും അത് പ്രകടമാക്കാനും അത് സമൂഹത്തിന് തന്നെ ദോഷം ചെയ്യുന്ന രീതിയിൽ മാറി പോകാനുമുള്ളൊരു സാധ്യത ഏറെയാണ്.